നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം. അധ്യാപകർ ഉൾപ്പെടെ ഏകദേശം 10,000 സർക്കാർ ജീവനക്കാർ ഇന്നലെ വിരമിക്കുകയായിരുന്നു. വിരമിക്കുന്ന ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഏതാണ്ട് 6,000 കോടി രൂപ വേണം. ഇതിനായി കടമെടുക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. AG നിർദ്ദേശിക്കുന്നതിനനുസരിച്ചാണ് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകേണ്ടതെന്നതിനാൽ ഒറ്റയടിക്ക് 6,000 കോടി രൂപ കണ്ടെത്തേണ്ടതില്ല. അതിനാൽ 3,000 കോടി രൂപ ജൂൺ 3-ന് കടമെടുക്കും. പെൻഷൻ കമ്മ്യൂട്ടേഷൻ, ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി, ടെർമിനൽ സറണ്ടർ ഓഫ് ലീവ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് സ്കീം എന്നിവയാണ് വിരമിക്കുന്ന ജീവനക്കാർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ. KCBയിൽ നിന്ന് 1,022 പേരാണ് വിരമിക്കുന്നത്. 122 ലൈൻമാൻമാരും 326 ഓവർസിയർമാരുമാണ് വിരമിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് 31-ന് 10,560 ജീവനക്കാരാണ് വിരമിച്ചത്. 2023-ൽ 11,800 പേരാണ്. ഒരു വർഷം ശരാശരി 20,000 സർക്കാർ ജീവനക്കാരാണ് പടിയിറങ്ങുന്നത്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം, അതായത് മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തോടൊപ്പം കുടിശ്ശികയായിട്ടുള്ള ഒരു ഗഡു പെൻഷൻ വിതരണം കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ലഭിച്ചു. ഇനിയും വളരെ ചുരുക്കം ആളുകൾക്ക് ലഭിക്കാനുണ്ട്. എല്ലാവർക്കും വരും ദിവസങ്ങളിലായിട്ട് തന്നെ വിതരണം ഉണ്ടായിരിക്കും. ജൂൺ 5-ാം തീയതിക്ക് മുന്നോടിയായിട്ട് തന്നെ എല്ലാവർക്കും പെൻഷൻ തുക എത്തും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.